വാർത്തകളിലേക്ക് വിശദമായി. കാസർഗോഡ് നീലേശ്വരത്ത് 8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബോട്ട് ടെർമിനൽ തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. ടൂറിസം കേന്ദ്രമായ കോട്ടപ്പുറം പുഴയോരത്താണ് ബോട്ട് ടെർമിനൽ യാഥാർത്ഥ്യമായത്. കായൽ ടൂറിസത്തിന് മാറ്റുകൂട്ടാൻ കോട്ടപ്പുറത്ത് നിർമ്മിച്ചതാണ് വഞ്ചിവീട് ടെർമിനൽ. ഇത് പ്രവർത്തന സജ്ജമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ധനസഹായത്തോടെ ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് ടെർമിനൽ പൂർത്തിയാക്കിയത്. ഓടുപാകി മനോഹരമാക്കിയ മേൽക്കൂരയോടുകൂടി തലയെടുപ്പോടെ നിൽക്കുന്ന ഹൌസ് ബോട്ട് ടെർമിനലിനോട് അനുബന്ധിച്ച് 4.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്കായി ഒരുക്കിയ വ്യൂ പോയിന്റുകളും കരിങ്കൽ ബെഞ്ചുകളും ടെർമിനലിന്റെ പ്രത്യേകതയാണ്. 4 തട്ടുകളായി ഉയരം ക്രമീകരിച്ച 4 ബോട്ട് ജെട്ടികൾ ഇവിടെയുണ്ട്. ഒരേ സമയം 4 വഞ്ചി വീടുകൾക്ക് വിവിധ കാലാവസ്ഥയിൽ പാർക്ക് ചെയ്ത് സഞ്ചാരികളെ കയറ്റാൻ കഴിയും. ഉത്തര മലബാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോട്ടപ്പുറം ബോട്ട് ടെർമിനൽ. നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നത്. 132 മീറ്റർ നീളത്തിലുള്ള ടെർമിനൽ 8 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. കോട്ടപ്പുറം പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിലും ഇന്റർലോക്ക്, സോളാർ വിളക്കുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. കായൽ ടൂറിസം രംഗത്ത് ഉത്തര മലബാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി കോട്ടപ്പുറം മാറുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 കാസർഗോഡ്. ഈ മാസം 25 മുതൽ 27 വരെ ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. പുതുക്കാട്, തൃശൂർ സ്റ്റേഷനുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം. ജനശതാബ്ദി ഉൾപ്പെടെ 4 ട്രെയിനുകൾ പൂർണ്ണമായും 3 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. 26-ലെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി, എറണാകുളം ഷൊർണൂർ മെമു, എറണാകുളം ഗുരുവായൂർ, 27-ലെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എന്നിവയാണ് പൂർണ്ണമായും റദ്ദാക്കിയത്. കഴിഞ്ഞ 50 ദിവസമായി ആശാഭവനിലെ അന്തേവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത് മാതൃകയായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളാണ് വേറിട്ട പ്രവർത്തനം നടത്തി നാടിന് മാതൃകയായിരിക്കുന്നത്. സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് നടപ്പിലാക്കുന്ന ഒരു വയറൂട്ടാം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ആശാഭവനിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണം നടത്തുന്നത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അധ്യാപകരുടെയും PTA-യുടെയും സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് PTA പ്രസിഡന്റ് പറഞ്ഞു. വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു ഭക്ഷണം നമ്മളിവിടെ ആശാഭവനിൽ എത്തിക്കുന്ന ഒരു ചടങ്ങ് കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി നമുക്കറിയാം, ചെയ്യാവുന്ന ഒരു സഹായം ഇത്തരം ഒരു സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് പോലും യാതൊരുവിധ സഹായവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ SPC യൂണിറ്റ് നൽകുന്ന ഒരു സ്നേഹ പദ്ധതിയാണ് ഒരു വയറൂട്ടാൻ എന്ന പദ്ധതി. സ്റ്റുഡന്റ് പോലീസ് നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികൾക്കൊപ്പം ഒരു വയറൂട്ടാം പദ്ധതി ഏറെ പ്രാധാന്യത്തോടുകൂടിയാണ് നടപ്പിലാക്കി വരുന്നത് എന്നും എല്ലാ കേഡറ്റുകളുടെയും പങ്കാളിത്തമാണ് പദ്ധതിയെ വൻ വിജയമാക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. തിങ്കളാഴ്ച ദിവസം സീനിയേഴ്സും വ്യാഴാഴ്ച ജൂനിയേഴ്സ് എന്ന രീതിയിൽ കൊണ്ടുവരും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഫുഡ് കൊണ്ടുപോകുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു പൊതിയും കൂടെ ഇവർക്കായിട്ട് കൊണ്ടുവരും. ഇത് ഞങ്ങൾക്ക് പറ്റുന്ന അത്രയും കാലം തുടരും. പ്രധാന അധ്യാപകൻ ശശിധരൻ പിള്ള, PTA പ്രസിഡന്റ് രാജി സജി, CPO മോനി എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 പുനലൂർ. മതസാഹോദര്യത്തിന്റെ പ്രതീകമാണ് കാസർകോട്ടെ പെരുമ്പട്ട ഗ്രാമം. ഇവിടെ പള്ളികളിൽ ചെന്ന് തെയ്യം മുസ്ലിം സഹോദരങ്ങൾക്ക് ഇളനീർ സാദം നൽകുന്നതാണ് പതിവ്. താഴത്തിടം പാടർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ സമാപന ദിവസം വിഷ്ണുമൂർത്തി തെയ്യം മുനീറുൾ ഇസ്ലാം ജുമാ മസ്ജിദിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. അത് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചരിത്ര നിമിഷങ്ങളിലൊന്നാണ്. മുസ്ലിം സഹോദരങ്ങൾക്ക് ഇളനീർ പ്രസാദം നൽകിയാണ് തെയ്യം പള്ളിയിൽ നിന്നും മടങ്ങുന്നത്. വാങ്കുവിളികളാൽ മുഖരിതമായ പള്ളിക്കുള്ളിലെ മഖാമിന് മുന്നിൽ തടിച്ചുകൂടിയ പുരുഷാരവത്തിന് അനുഗ്രഹവും ഒപ്പം സാഹോദര്യത്തിന്റെ സന്ദേശവും ചൊരിഞ്ഞാണ് വിഷ്ണുമൂർത്തി തെയ്യം പടിയിറങ്ങുക. പെരുമ്പട്ട ഗ്രാമം ഒന്നടങ്കം തെയ്യാട്ടക്കാവുകളിലെ ആ വേറിട്ട ആചാരത്തിന് സാക്ഷ്യം വഹിക്കും. 3 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കളിയാട്ടത്തിന്റെ സമാപന ദിവസമാണ് ക്ഷേത്രത്തിൽ കെട്ടിയാടിയ പരദേവത സമീപത്തെ മുനീറുൾ ഇസ്ലാം ജുമാ മസ്ജിദിൽ സന്ദർശനം നടത്തുക. ഇക്കുറിയും ആചാരം മനോഹരമായി തന്നെ നടപ്പാക്കി. ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഇവിടുത്തെ കളിയാട്ടം 9 വർഷം മുൻപാണ് പുനരാരംഭിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്.
പിതാവിന്റെ ചികിത്സയ്ക്കായി പ്രിയപ്പെട്ട ആടിനെ വിൽക്കേണ്ടി വന്ന അസ്നമോൾക്ക് പുതിയ ആടിനെ കിട്ടി. തിരുവനന്തപുരത്തെ മലയോര മേഖലയായ പാലോട് ഇടിഞ്ഞാർ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിലൂടെയാണ് അസ്നമോളുടെ ആഗ്രഹം സഫലീകരിച്ചത്. ഇടിഞ്ഞാർ സർക്കാർ ട്രൈബൽ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിൽ 5ാം ക്ലാസ്സുകാരി അസ്നമോൾ കുറിപ്പെഴുതിയിട്ടു. എന്റെ കൂട്ടുകാരിയായിരുന്നു കുഞ്ഞാറ്റയാട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. എന്നാൽ വാപ്പയുടെ ചികിത്സയ്ക്ക് കാശ് തികയാതെ വന്നപ്പോൾ ഉമ്മ അവളെ വിറ്റു. കുഞ്ഞാറ്റയെ വിറ്റതോടെ വലിയ സങ്കടത്തിലാണ് ഞാൻ. എനിക്കൊരാടിനെ വാങ്ങി നൽകാമോ? ആഗ്രഹപ്പെട്ടി എന്ന മാജിക് ബോക്സിൽ നിന്ന് കുറിപ്പ് കിട്ടിയ അധ്യാപകർ അസ്നമോളുടെ ആഗ്രഹം സഫലീകരിച്ചു. തവിട്ടും വെള്ളയും നിറമുള്ള പുതിയ ആടിനും അസ്നമോൾ പേരിട്ടു കുഞ്ഞാറ്റയെന്ന്. ടീച്ചർ ലിബിന ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എഴുതിയിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതിയിട്ടു. എനിക്കിത് കുഞ്ഞാറ്റ എന്നാണ് ആടിൻ്റെ പേരും. എനിക്ക് HM എല്ലാവരും കൂടെ എനിക്കൊരു ആടിനെ തന്നു. ആട്ടുംകുട്ടിയുടെ പേരാണ് കുഞ്ഞാറ്റ. ആദിവാസി ഊരുകളിൽ നിന്നടക്കം പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അധ്യാപകർ മുൻകൈയെടുത്താണ് ആഗ്രഹപ്പെട്ടി സ്ഥാപിച്ചത്. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അധ്യാപകർ മുൻകൈയെടുത്ത് സാധിച്ചു നൽകും. അസ്നയുടെ പിതാവ് ഷിബുവിന്റെ ക്യാൻസർ ചികിത്സയ്ക്കായാണ് അസ്നയുടെ കൂട്ടുകാരിയായ കുഞ്ഞാറ്റയെ ഉമ്മ ഫാത്തിമ വിറ്റത്. ഇപ്പോൾ അസ്നയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല. ഇനി നല്ല എഴുത്തുകാരിയാകണമെന്നാണ് അസ്നമോളുടെ ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം. മികച്ച നിലവാരത്തിലേക്ക് ഉയരുകയാണ് കോഴിക്കോട്ടെ ഒരു സർക്കാർ സ്കൂൾ. വെളിമണ്ണ GM UP സ്കൂൾ മോഡൽ പ്രീ പ്രൈമറിയുടെ ഭാഗമായി ഒരുക്കിയ വർണ്ണക്കൂടാരത്തെക്കുറിച്ചറിയാം. 1924 വെളിമണ്ണ GM UP സ്കൂൾ തുടങ്ങുന്നത്. പഠന നിലവാരത്തിനോടൊപ്പം ഭൗതിക സൗകര്യങ്ങളും മികച്ചതാണ് ഇവിടെ. 740 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ക്ലാസ് മുറികളും പരിസരവും മനോഹരമാക്കിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ഇതിനായി ചെലവിട്ടു. 13 ഇടങ്ങളാണ് വർണ്ണക്കൂടാരത്തിന്റെ പ്രത്യേകത. 13 ഇടങ്ങളാണ് ഈ സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തായിട്ട് ഹരിതോദ്യാനവും അതോടൊപ്പം കളിയിടവുമൊക്കെ ഈ ക്ലാസ് റൂമുകളുടെ പുറത്താണ് സംവിധാനിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് 13 ഇടങ്ങൾ. വർണ്ണക്കൂടാരം ഒരുങ്ങിയതോടെ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറി. ചുമരുകൾ ചിത്രങ്ങളാൽ നിറഞ്ഞു. ഉല്ലാസത്തിനുള്ള പാർക്കുകൾ, ക്ലാസ് മുറികൾ ഡിജിറ്റലായി. കളിയാണ് രീതി, സ്നേഹമാണ് ഭാഷ എന്ന ആപ്തവാക്യം ശരിക്കും അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവർക്ക് പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഈ വർണ്ണക്കൂടാരം കുട്ടികളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. NITയിലെ വിദ്യാർത്ഥികളാണ് ചുമരുകളിൽ വർണ്ണക്കൂടാരം തീർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. സ്കൂളിലെ അധ്യാപികമാരും ചുവരിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ചുവെച്ചു. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം നാട്ടുകാരും ഒരുമിച്ച് നിന്നതിന്റെ വിജയമാണിതെന്ന് PTA പ്രസിഡന്റ് TK അൻവർ സാദത്ത് പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിലും പ്രവാസികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഒക്കെ തന്നെ സജീവമായി ഇതിലെല്ലാ വികസന പ്രവർത്തനങ്ങളും അവരുടേതായ പങ്കാളിത്തമുണ്ട്. അധ്യാപനം ജോലി മാത്രമല്ലെന്നും അത് സമൂഹത്തോടുള്ള കടമയാണെന്നുമാണ് ഇവർ കാട്ടിത്തരുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. KCBCയുടെ വിദ്യാഭ്യാസ കമ്മീഷന്റെ 2022-23 അധ്യയന വർഷത്തെ മികച്ച ഹൈസ്കൂൾ അധ്യാപകനുള്ള അവാർഡിന് റോബിൻ P. ജോസഫ് അർഹനായി. സംസ്ഥാനത്തെ സിറോ മലബാർ, ലത്തീൻ, സിറോ മലങ്കര സഭാ വിഭാഗങ്ങളിലെ 32 രൂപതകളിൽ നിന്നുള്ള നാമനിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. മണിക്കടവ് സെന്റ് തോമസ് ഹൈസ്കൂൾ സാമൂഹ്യശാസ്ത്ര അധ്യാപകനാണ് റോബിൻ P. ജോസഫ്. ടേബിൾ ടെന്നീസിൽ സൗജന്യ പരിശീലനവുമായി മലപ്പുറം നഗരസഭ. പ്രദേശത്തെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മത്സരങ്ങൾക്കായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും പരിശീലന ഫീസും മറ്റ് സൗകര്യങ്ങളും നഗരസഭ വഹിക്കും. സൗജന്യ ടേബിൾ ടെന്നീസ് പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ദേശീയ നിലവാരത്തിലേക്ക് ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം.
ക്യാമ്പ് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സഫലമീ യാത്ര എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് റെയിൽവേ പോലീസും മലപ്പുറം ജില്ലാ റെസിഡൻസ് അസോസിയേഷനുമാണ് സംഘാടകർ. തിരൂർ ദേവദാർ GHSS സ്കൂൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും NCC, ട്രോമ കെയർ, NPC, JC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവരെ ഉൾപ്പെടുത്തിയായിരുന്നു പരിപാടി. താനാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളിയേടത്ത് അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് തണൽ പാലിയേറ്റീവിൻ്റെ ആസ്ഥാന മന്ദിരം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. തണൽ എറണാകുളം ജില്ലാ രക്ഷാധികാരി അബൂബക്കർ ഫാറൂഖി അധ്യക്ഷത വഹിക്കും. ആന്റണി ജോൺ MLA മുഖ്യാതിഥിയാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാഴ്ത്തുണികളിൽ നിന്ന് ചവിട്ടി നിർമ്മിക്കുന്ന പദ്ധതിയുമായി കോഴിക്കോട് മണിയൂർ പഞ്ചായത്ത്. ഇതുവഴി കുടുംബങ്ങൾക്ക് വരുമാനവും പാഴ്ത്തുണികൾ ഒഴിവാക്കപ്പെടുകയും ചെയ്യും. കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജീസുമായി സഹകരിച്ചാണ് പാഴ്ത്തുണികളിൽ നിന്ന് ചവിട്ടി നിർമ്മിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. മണിയൂർ പഞ്ചായത്തിന്റെ നാനോ കാർപ്പറ്റ് വീവിംഗ് യൂണിറ്റ് വഴി നടപ്പാക്കും. കൂടുതൽ യന്ത്രം നിർമ്മിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകാനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്. പഴകിയ തുണികൾ സ്ട്രിപ്പുകളാക്കി ഉപകരണത്തിൽ വെച്ച് തയ്ച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതൊരു 10-20 വീടുകൾ സ്ഥാപിച്ചാൽ പോലും 20 സാധാരണക്കാർക്ക് ഇത്രയും പെട്ടെന്ന് തൊഴിൽ ലഭിക്കാൻ പറ്റുന്ന സംവിധാനമായിട്ടാണ്. ഒന്ന്, ഇത്തരം പഴകിയ വസ്തുക്കൾ നല്ല നിലക്ക് നിർമ്മാർജ്ജനം ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യത ഉണ്ടാക്കാൻ പറ്റും. ചവിട്ടി വ്യാപകമായി നമ്മളെ വീടുകളിൽ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. വീവിംഗ് യൂണിറ്റ് നിർമ്മിച്ചത് മണിയൂരിലെ ഒരു വെൽഡിംഗ് സ്ഥാപനത്തിൽ നിന്നാണ്. പാലക്കാട് ചാലിശ്ശേരിയിൽ നടക്കുന്ന പഞ്ചായത്ത് ദിനാഘോഷത്തിൽ വീവിംഗ് യൂണിറ്റ് പ്രദർശിപ്പിക്കും. എല്ലാത്തരം തുണികളും ഈ ചവിട്ടി നിർമ്മിക്കാൻ പ്രയോജനപ്പെടുത്താനാകും. ന്യൂസ് 18 വടകര. കോതമംഗലം അടിവാട് മാലിക് ദിനാർ ദഅവ സെന്ററിന്റെ പ്രഥമ സനദ്ദാന മഹാസമ്മേളനത്തിന് തുടക്കമായി. സയ്യിദ് അഹമ്മദ് ബദവി തങ്ങൾ ദുആ നേതൃത്വം നൽകി. സയ്യിദ് അബ്ദുസമദ് തങ്ങൾ അൽ മുഖേബിലി ഉദ്ഘാടനം നിർവഹിച്ചു. മാലിക് ദിനാർ ദഅവ സെന്റർ HODM ഉമർ ബാഖവി അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക സർവകലാശാല ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന പീലിക്കോട് RARS ഫാം കാർണിവൽ നാളെ മുതൽ മാർച്ച് 1 വരെ നടക്കും. സഫലം 2023 എന്ന് പേരിട്ടിരിക്കുന്ന കാർണിവൽ നാളെ രാവിലെ 11-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ വിളകളുടെ ബയോ പാർക്കുകൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കൃഷിയിട പ്രദർശനം, ബയോ ഫാർമസി, ഹെൽത്ത് കോർണർ, സെൽഫി പോയിന്റ്, വിനോദ കോർണറുകൾ, വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ ഉൽപ്പന്നങ്ങളുടെയും വിപണനം, വിവിധ കലാപരിപാടികൾ എന്നിവ ഫാം കാർണിവലിന്റെ ഭാഗമായി നടക്കും. പശുക്കളിലെ ചർമ്മമുഴ വ്യാപകമായതോടെ ആശങ്കയിലാണ് ക്ഷീര കർഷകർ. തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കോണത്താണ് രോഗബാധ. കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം വാർഡുകളിൽ കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം പടരുകയാണ്. കഴക്കൂട്ടത്ത് മൃഗാശുപത്രിയുണ്ടെങ്കിലും ചികിത്സ കിട്ടാതെ ഒരു പശു ചത്തു. വാവറക്കോണത്തെ ക്ഷീരകർഷകയായ മിനിയുടെ 20 ലിറ്റർ പാൽ നൽകിയിരുന്ന പശുവാണ് ചത്തത്. 7 പശുക്കൾ കൂടി രോഗബാധയുണ്ട്. ഇവർക്ക് മാത്രം 13 പശുക്കളുണ്ട്. കൂടുതൽ പശുക്കളിലേക്ക് രോഗം പടരുമെന്ന ആശങ്കയിലാണ് കർഷകർ. യഥാസമയം മൃഗാശുപത്രിയിൽ നിന്നും ചികിത്സ ലഭിക്കുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. സ്വകാര്യ ഡോക്ടർമാരെ എത്തിക്കുമ്പോൾ നല്ലൊരു തുക ചിലവാകുന്നു. ഈ ഡോക്ടറെ വിളിച്ച സമയത്ത് വരേയില്ല. എനിക്ക് സമയത്ത് ഒരു ചികിത്സയും എൻ്റെ കന്നാലിയൊക്കെ കിട്ടുന്നില്ല. അവർ വിളിക്കുമ്പോൾ ഞാൻ 2 ദിവസം, ഇതിന് മുന്നേ എനിക്ക് അടുത്ത ദിവസം ഒരു പശു ഇങ്ങനെ 2 ദിവസമായി പ്രസവിച്ച് വീണു. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ഫോൺ എടുത്തില്ല. ഒരു 10-20 പ്രാവശ്യം കാരണം എൻ്റെ ഒരു ഇതുകൊണ്ടാണ് വിളിച്ചത്. ആ പശുവിൻ്റെ വെപ്രാളം, എണീക്കയില്ല, കിടക്കയില്ല, അങ്ങനത്തെ ഒരു വെപ്രാളം കൊണ്ട് ഒരു വിറയൽ പോലെ വന്നു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട്, എനിക്ക് ഹോസ്പിറ്റൽ കാര്യമൊക്കെയാണ്, നിങ്ങൾക്ക് നിങ്ങളെ കാര്യം മാത്രമെന്നും പറഞ്ഞിട്ട് അവർ ഫോൺ വച്ചു. കൂടുതൽ കന്നുകാലികളിലേക്ക് രോഗം ബാധിച്ചാൽ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് 18 കഴക്കൂട്ടം. മലപ്പുറത്ത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയയാൾ പിടിയിൽ. വലിയാട് സ്വദേശി ജിപ്തിയാസ് എന്ന ജിബി പാറയിലാണ് പിടിയിലായത്. മലപ്പുറം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഒരു സെൻ്ററാണ്. സെൻട്രൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് നമുക്കിപ്പോൾ നിലവിലൊരു ബ്രാഞ്ചുണ്ട്. അത് കൂടാതെ ഇവർക്ക് 2 ബ്രാഞ്ചുകളുണ്ട്, എറണാകുളത്തും കോഴിക്കോടും.
ഇങ്ങനെ 3 ബ്രാഞ്ചുകളിലായിട്ട് 100-ലധികം പരാതികളുണ്ട്. നമ്മളെ സംബന്ധിച്ച് മലപ്പുറത്ത് തന്നെ ഏകദേശം 50-ലധികം പരാതികൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. PGക്കും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളും PTC ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുക, സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറയും. പക്ഷേ സമയത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല. സർട്ടിഫിക്കറ്റും ഇല്ല, അവരുടെ പൈസയും കിട്ടുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി നമ്മൾ ഒരു FIR ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിലൊരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ടായി. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ജിബി എന്ന് പറയുന്ന ജിപ്തിയാസ്, അയാൾ മലപ്പുറം കോഡൂർ വലിയാട് സ്വദേശിയാണ്. അയാളെയാണ് ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും മറ്റു കേസുകൾ നമുക്ക് എടുക്കാനുണ്ട്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇനിയും കേസുകൾ എടുക്കാനുണ്ട്. 1-ൽ കൂടുതൽ പരാതികൾ നമുക്ക് ഇനി പെൻഡിംഗ് ഉണ്ട്. ഇനി അറിയിപ്പുകൾ. വനിതാ ശിശുവികസന വകുപ്പ് ICDS മുളന്തുരുത്തി അഡീഷണൽ പ്രോജക്ട് പരിധിയിൽ വരുന്ന തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ അംഗനവാടികളിലെ ഹെൽപ്പർമാരുടെ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പരിധിയിൽ സ്ഥിരതാമസമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ 2023 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായവരും 46 വയസ്സ് അധികമാകാത്തവരും ആയിരിക്കും. ഹോർട്ടികോർപ്പ് ഫ്രാഞ്ചൈസി വ്യവസ്ഥയിൽ ഗ്രാമശ്രീ ഹോട്ട് സ്റ്റോറുകൾ തുടങ്ങുന്നു. ഇതിനായി അപേക്ഷിക്കാം. സ്റ്റോറുകൾക്ക് കുറഞ്ഞത് 100 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം ഉണ്ടാകണം. ഹോർട്ടികോർപ്പ് നിർദ്ദേശിക്കുന്ന മാതൃകയിൽ സ്റ്റോറുകൾ ക്രമീകരിക്കണം. സംരംഭകർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലോ പൂജപ്പുരയിലെ ഹോർട്ടികോർപ്പ് ഓഫീസുമായോ ബന്ധപ്പെടണം. റബ്ബർ ബോർഡിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങുകളിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കായി റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. 3 മാസം നീണ്ടുനിൽക്കുന്ന കോഴ്സ് മാർച്ചിൽ തുടങ്ങും. റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ബിരുദധാരികൾ, ഡിപ്ലോമ, ITI, +2 സയൻസ് എന്നിവയിൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. എറണാകുളം കർഷക സമൃദ്ധിയിലൂടെ ആരോഗ്യ ഭക്ഷണം എന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കാനും കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുമായി ഹോർട്ടികോർപ്പ് എറണാകുളം ജില്ലാ സംഭരണ വിതരണ കേന്ദ്രത്തിൽ ആരംഭിച്ച ഫാം ക്ലബ്ബിൽ അംഗമാകാം. താൽപ്പര്യമുള്ള കർഷകർ കാക്കനാട് പ്രവർത്തിക്കുന്ന ഹോർട്ടികോർപ്പ് ജില്ലാ സംഭരണ കേന്ദ്രത്തിലോ ഫോൺ മുഖേനയോ ബന്ധപ്പെടുക. അംഗമാകുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ സംഭരിക്കും. താമരശ്ശേരി ചുങ്കത്തെ മത്സ്യമാർക്കറ്റ് അടച്ചുപൂട്ടിയാൽ വഴിയാധാരമാകുന്നത് 100ഓളം തൊഴിലാളികൾ. മത്സ്യമാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ മത്സ്യമാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ലെന്നാണ് തൊഴിലാളികളുടെ നിലപാട്. 2 വർഷം മുമ്പാണ് താമരശ്ശേരി ചുങ്കത്ത് മത്സ്യമാർക്കറ്റ് ആരംഭിച്ചത്. ആദ്യം ചെറിയ രീതിയിലായിരുന്നു വിപണനമെങ്കിലും പിന്നീട് കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് എത്താൻ തുടങ്ങി. ഇതോടെ കോഴിക്കോട് മാർക്കറ്റിലെ ചിലർ താമരശ്ശേരി മാർക്കറ്റിനെതിരെ രംഗത്തെത്തിയെന്നാണ് ഇവിടുത്തെ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും ആക്ഷേപം. അപ്പം മാർക്കറ്റിലെ പിടിച്ചുപറിയും ചൂഷണം കൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ പോകാതെ ഇവിടെ ചെറിയ തോതിൽ ചെറിയ മീൻകച്ചവടം പെടുത്തി തുടങ്ങിയത്. അതിനെതിരെ അവർ പ്രതികരിക്കുകയാണ്. മാർക്കറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. മാർക്കറ്റിൽ പറഞ്ഞാൽ അവിടെ മീൻ എടുക്കുന്നതിന് നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 100 രൂപയ്ക്ക് 5 രൂപ പലിശയായിട്ട് നമ്മൾ കൊടുക്കണം. പഞ്ചായത്തിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്ഥാപനം മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് തടസ്സമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മളിപ്പോൾ പോലീസ് പറയുന്നത് നിങ്ങൾ നിർത്തി വെക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഹൈക്കോടതി പിന്നെ ഉത്തരവുണ്ടെങ്കിൽ നിർത്തി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നിർത്തി വെച്ച് അപ്പുറത്ത് പോകാൻ തയ്യാറായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം പ്രശ്നമല്ല. പക്ഷേ തൊഴിലാളികൾ അതിന് സമ്മതിക്കുന്നില്ല, അതാണ് വിഷയം. പാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന സ്ഥലം തരം മാറ്റിയിട്ടില്ലെന്നതിന്റെ പേരിലാണ് സ്ഥാപനം അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടതെന്നും ഇതിനെതിരെ അപ്പീൽ സമർപ്പിക്കുമെന്നും ഷബീർ പറഞ്ഞു. പ്രദേശവാസികളായ 30-ലേറെ പേർ ഇവിടെ സ്ഥിരം തൊഴിലാളികളാണ്. മാർക്കറ്റ് അടച്ചുപൂട്ടിയാൽ നിരവധി കുടുംബങ്ങൾ പട്ടിണിയിലാവുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ഒരു 70-75ഓളം തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. അത്രയും തൊഴിലാളികൾ ഇതിൽ നിന്ന് മാത്രം ആശ്രയം കണ്ടെത്തി ജീവിക്കുന്ന ആളുകളാണ് ഈ തൊഴിലാളികൾ മുഴുവൻ. ഈ ഒരു മാർക്കറ്റ് കൊണ്ട് മാത്രം ജീവിച്ചു പോണ അനേകം തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. അവർക്ക് പെട്ടെന്ന് ഈ സംരംഭം ഇവിടുന്ന് ഒഴിവാക്കി പോകുകയെന്ന് പറഞ്ഞാൽ വീട് വരെ പട്ടിണിയിലാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കാര്യം കൊണ്ടെത്തിക്കുക. 30ഓളം ചുമട്ടുതൊഴിലാളികളും ഈ മാർക്കറ്റിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടിയപ്പോഴാണ് മാർക്കറ്റിൽ ജോലി ലഭിച്ചതെന്നും സ്ഥാപനം മറ്റൊരിടത്തേക്ക് മാറ്റിയാൽ തൊഴിൽ നഷ്ടപ്പെടുമെന്നും ഇവർ പറയുന്നു. ഇതുവരെ ഈ പണിയെടുത്തിട്ടായി ഞങ്ങൾ അരി വാങ്ങി. ഞങ്ങൾ പൊലിച്ചൊക്കെ 2 മണിക്ക് വന്നിട്ട് 8 മണി 9 മണി വരെ ഞങ്ങളിവിടെ പണിയെടുക്കൽ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ പ്രശ്നം വന്നിട്ട് ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 10-30 തൊഴിലാളികളുടെ അരി വാങ്ങുന്ന പ്രശ്നം അത് നിൽക്കാൻ പോവുകയാണ്. 50-ലേറെ മത്സ്യവ്യാപാരികളാണ് ഇവിടെ നിന്ന് മത്സ്യം വാങ്ങി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്നത്. ഇവരും ജീവിതം വഴിമുട്ടുമെന്ന ആശങ്കയിലാണ്. ഈ ജീവനുള്ളിടത്തോളം കാലം ഈ മാർക്കറ്റിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഞാൻ മുമ്പിലുണ്ടാവും. ഇതിനെ മേടിക്കാൻ വരെ തയ്യാറായിട്ടില്ല. ഞാൻ ഏത് മാർക്കറ്റിൽ പോയിട്ടുണ്ടോ ഞാൻ കടത്തിലേക്ക് പോയിട്ടുള്ളൂ. ഈ മാർക്കറ്റ് വന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് അരി വാങ്ങുന്നത്. ഇത് പൂട്ടിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കാത്തൊരു സംഗതിയാണ്. ശുചീകരണം ഉൾപ്പെടെ കൃത്യമായി നടക്കുന്നതിനാൽ നാടിനും നാട്ടുകാർക്കും യാതൊരു പ്രയാസവുമില്ലെന്നും 100-ലേറെ കുടുംബങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നുമാണ് ഇവർക്ക് പറയാനുള്ളത്. ന്യൂസ് 18 താമരശ്ശേരി. സംസ്ഥാനത്ത് ദേശീയപാതാ വികസനത്തിൽ നിർമ്മാണ വേഗതയിൽ ഒന്നാമതാകാൻ കാസർകോട്ടെ 1-ാം റീച്ച്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. 1 കിലോമീറ്ററിലധികം നീളം വരുന്ന പാലം അടുത്ത വർഷം ഏപ്രിൽ പകുതിയോടെ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. നഗരത്തെ ശ്വാസം മുട്ടിക്കുന്ന കറന്തക്കാട് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ നീളുന്ന 1.16 കിലോമീറ്റർ ദൂരത്തിലാണ് മേൽപ്പാലം നിർമ്മാണം. 29 തൂണുകളിലായി 27 മീറ്റർ വീതിയിലാണ് റോഡ് പാലം നിർമ്മിക്കുന്നത്. 8 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന തൂണുകളിൽ പ്രത്യേക രീതിയിലാണ് റോഡ് പാലം പണിയുക. അടുത്ത മാസം അവസാനത്തോടെ കോൺക്രീറ്റ് ആരംഭിച്ച് അടുത്ത ഏപ്രിൽ പകുതിയോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. നിലവിലുള്ള റോഡിന്റെ 8 മീറ്ററോളം ഹൈറ്റിലാണ് ഈ പാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലൈനിന് പോകാനുള്ള വീതിയാണ്. അതായത് 27 മീറ്റർ വീതി ഇതിന്റെ മുകൾ ഭാഗത്തിലുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 2024 11th ഏപ്രിൽ 2024 കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒറ്റത്തൂണിന് മുകളിൽ സ്ലാബ് നിൽക്കുന്ന രീതിയിലാണ് പാലത്തിന്റെ ഘടന. അതുകൊണ്ട് തന്നെ കീഴ്ഭാഗത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കാനാകും. ഇരുവശത്തും 7 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് കൂടി വരുന്നതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും ശാശ്വത പരിഹാരമാകുമെന്നാണ് കണക്കാക്കുന്നത്. തലപ്പാടി ചെങ്കള റീച്ചിൽ നിർമ്മാണം അതിവേഗമാണ് പുരോഗമിക്കുന്നത്. ഇതുവരെ 27% പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് ചെങ്കളയിൽ അവസാനിക്കുന്നതാണ് 1-ാം റീച്ച്. 39 കിലോമീറ്റർ ദൂരമുള്ള ഈ റീച്ചിന്റെ പ്രവൃത്തി 1703 കോടി രൂപയ്ക്ക് കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.